പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ ശബരിമല സ്വർണ്ണ കവർച്ച പാരഡി പാടി മന്ത്രി വി ശിവൻകുട്ടി. സ്പീക്കർ ഇടപെട്ട പ്രതിപക്ഷ എംഎൽഎമാർക്ക് ഭരണഘടനാ ക്ലാസുകൾ എടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ എന്നാണ് സാർ എഴുതി വെക്കേണ്ടത്. ഇനി എന്ത് വേണം സാർ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് സഹിക്കുന്നവർ സഭയിൽ എന്നുള്ള നിലയിൽ? അങ്ങ് മുൻകൈയെടുത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് മുൻപ് ഈ ബഹുമാനപ്പെട്ട മെമ്പർമാരെ ഭരണഘടന പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ സഭ കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ശബരിമല സ്വർണ്ണ കവർച്ച വിഷയത്തിൽ സംഘർഷഭരിതമായി നിയമസഭാ സമ്മേളനം. പ്രതിപക്ഷ എംഎൽഎമാർ സ്പീക്കറുടെ ചേംബറിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചതോടെ സ്പീക്കർ ഇരിപ്പിടം വിട്ടുപോയി. വാച്ച് ആൻഡ് വാർഡ് ഇടപെട്ട് പ്രതിപക്ഷ എംഎൽഎമാരെ പിടിച്ചു മാറ്റുകയായിരുന്നു. സ്വർണ്ണ കവർച്ച കേസിൽ SIT അന്വേഷണത്തെ വിമർശിച്ച് സഭാ നടപടികൾ ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചതിന് പിന്നാലെ പ്രതിപക്ഷം പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായി നടുത്തളത്തിലിറങ്ങി. സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിച്ചു. മന്ത്രി വി ശിവൻകുട്ടി സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പാരഡി ഗാനം പാടിയതോടെ രംഗം കൂടുതൽ കലുഷിതമാവുകയായിരുന്നു. തുടർന്നാണ് MLA-മാരായ അൻവർ സാദത്തും TV ഇബ്രാഹിമും ടൈസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചത്. വിവരങ്ങളുമായി അതുല്യ രാമചന്ദ്രൻ ചേരുന്നു. അതുല്യ, ഈ ഒരു അസാധാരണമായ സംഭവങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കുന്നത്. സ്പീക്കർ ഇരിപ്പിടം വിട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, പാർലമെന്റിലെ ലോക്സഭയ്ക്ക് പിന്നാലെ ഇപ്പോൾ കേരള നിയമസഭയിലും സമാനമായ രീതിയിൽ വളരെ നാടകീയമായ രംഗങ്ങളാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. സഭ ആരംഭിച്ച, അതായത് 9 മണിക്ക് സഭ ആരംഭിച്ച മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സഭയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും ആരംഭിച്ചിരുന്നു. കൃത്യമായ ഒരു സമയക്രമത്തിൽ പറയുകയാണെങ്കിൽ സഭ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ SIT അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും SITയുടെ ഓഫീസിനുമേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ട് എന്നും പറയുകയും തങ്ങൾ ഇത്രയും ദിവസം നിയമസഭാ കവാടത്തിൽ 2 MLA-മാർ നടത്തിയിരുന്ന സത്യഗ്രഹ സമരം സഭയ്ക്കകത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്, സഭയ്ക്കകത്ത് സമരം തുടരും എന്നറിയിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇതിനു മുൻപ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ സഭാ കവാടത്തിന് മുതൽ സമരം ഇരിക്കും, പക്ഷേ സഭാ നടപടികളുമായി ഞങ്ങൾ സഹകരിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് തൊട്ട് സമരം സഭയ്ക്കകത്തുകൂടി തുടരുകയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് അറിയിക്കുകയായിരുന്നു. അതിന് തൊട്ട് പിന്നാലെ പ്രതിപക്ഷ MLA-മാർ ബാനറും അതുപോലെ തന്നെ പ്ലക്കാർഡുകളും എല്ലാമായി നടുത്തളത്തിൽ ഇറങ്ങുകയും നടുത്തളത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ചെയ്തു. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ബാനർ ഉയർത്തുകയും ചെയ്തു. അതിൽ VD സതീശന്റെ ഈ ഒരു മറുപടിയായാണ് മന്ത്രി MP രാജേഷ് എഴുന്നേറ്റ് നിന്നത്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വിഷയദാരിദ്ര്യമാണ്, അതായത് ഉന്നയിക്കാൻ അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം പോലും കയ്യിലില്ലാത്തതിനാലാണ് പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ഓരോ അതിക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയങ്ങൾ പ്രാധാന്യമില്ലാത്തവയായിരുന്നു. ഇന്ന് അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു പോലുമില്ല. കാരണം ഈ വിഷയദാരിദ്ര്യം മറയ്ക്കാനാണ് ഈ അതിക്രമങ്ങൾ എന്നാണ് പറയുന്നത്. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് ദിവസവും പ്രതിഷേധിക്കുന്നു, ദിവസവും പ്ലക്കാർഡുകൾ ഉയർത്തുന്നു, സ്പീക്കറെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കാണുകയാണ്. UDF-ന്റെ ഈ ചെയ്തികളെല്ലാം ജനങ്ങൾ കാണുകയാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ കേസിലേറ്റ തിരിച്ചടി, ഹൈക്കോടതിയിൽ നിന്നേറ്റ തിരിച്ചടി അടക്കം എടുത്ത് പരാമർശിച്ചുകൊണ്ടായിരുന്നു മന്ത്രി MP രാജേഷിന്റെ പരിഹാസം എന്ന് പറയുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് UDF-ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഇരു കാരണത്തും അടിയേറ്റിരിക്കുകയാണ്. അതിൻ്റെ നിരാശയാണ് ഇപ്പോൾ സഭയിൽ തീർക്കുന്നത് എന്നാണ് മന്ത്രി പറഞ്ഞത്. അതായത് കോടതിയിൽ തോറ്റതിന് സഭയോടെ എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട് എന്നും മന്ത്രി പരിഹസിക്കുകയുണ്ടായി. അതിനുശേഷം ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇവർ പ്രതിഷേധമുയർത്തിയെങ്കിലും സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോവുകയായിരുന്നു. റെയിൽവേ ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണവും അതുപോലെ തന്നെ അവയുടെ ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരവേളയിലേക്ക് കടക്കുകയും മന്ത്രി വീണ ജോർജ് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്തു. അതിനിടയിൽ വീണ്ടും ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. DK മുരളി MLA അടക്കമുള്ളവർ പ്രതിപക്ഷത്തിൻ്റെ ഈ ഒരു പ്രവർത്തിയെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു. പ്രതിപക്ഷം ചെയ്യുന്നത് വലിയ അതിക്രമമാണെന്നും ജനാധിപത്യത്തിന് വിരുദ്ധമാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ DK മുരളി MLA അതുപോലെ തന്നെ സേവ്യർ ചിറ്റിലപ്പള്ളി MLA അടക്കമുള്ളവർ ഇതിനെ വലിയ രീതിയിൽ തന്നെ വിമർശിച്ചുകൊണ്ട് സഭയിൽ സംസാരിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ മറ്റൊരു ശ്രദ്ധേയമായ
കാര്യം. അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം തൻ്റെ ചോദ്യോത്തരവേളയിൽ തൻ്റെ ഊഴമെത്തിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചതാണ്. പ്രതിപക്ഷം ഇത്തരത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ആരാണ് സ്വർണം കട്ടത് എന്ന രീതിയിൽ ഒരു പാരഡി ഗാനം വലിയ രീതിയിൽ പ്രചാരം നൽകിയിരുന്നു. അതേ പാരഡി ഗാനത്തിൻ്റെ തന്നെ മറ്റൊരു പതിപ്പ് ഇടതുപക്ഷവും ആലപിക്കുന്നുണ്ടായിരുന്നു. ആ പാരഡി ഗാനത്തിൻ്റെ പതിപ്പ് മന്ത്രി സഭയിൽ ആലപിക്കുക കൂടി ചെയ്തതോടെയാണ് കൂടുതൽ രംഗങ്ങൾ വഷളായത്. അതായത് സ്വർണം കട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്നാണ് പ്രതിപക്ഷം പാടുന്നത്. എന്നാൽ ശരിക്കും അത് അങ്ങനെയല്ല. സ്വർണം കട്ടത് കോൺഗ്രസ് ആണ്, സംരക്ഷിക്കുന്നത് ആരെയാണ്? അത് സോണിയാഗാന്ധിയെയാണ് അയ്യപ്പ എന്ന് വരികളോടുകൂടി ശിവൻകുട്ടി ഈ 4 വരികൾ സഭയിൽ ആലപിക്കുകയും അതിനുശേഷം അത് പ്രതിപക്ഷത്തെ വലിയ രീതിയിൽ ചൊടിപ്പിക്കുകയും ചെയ്തു. മന്ത്രി വി ശിവൻകുട്ടി ഈ പാരഡി ആലപിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ MLA-മാർ പാരഡി ഗാനം ആലപിക്കാൻ ആരംഭിച്ചു. അതോടുകൂടി മന്ത്രി ഇത്തരത്തിൽ സ്പീക്കറോട് ഒരു അഭ്യർത്ഥന നടത്തുകയായിരുന്നു. വിദ്യാർത്ഥികളെ, അതായത് സ്കൂളിൽ കുട്ടികളെ ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കുക എന്നൊരാശയം വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ചിരുന്നു. അതായത് പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയും പഠിപ്പിക്കുക, ഭരണഘടനയിൽ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത്. അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിന് മുൻപേ സ്പീക്കർ തന്നെ നേരിട്ട് ഇടപെട്ട് സ്പീക്കറുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ MLA-മാർക്ക് ഭരണഘടനയെ കുറിച്ച് ക്ലാസ് നൽകണമെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്. ഭരണഘടനാ മൂല്യങ്ങളെക്കുറിച്ചും ജനാധിപത്യ മര്യാദകളെക്കുറിച്ചും പ്രതിപക്ഷ MLA-മാരെ പഠിപ്പിക്കണം, അവർക്ക് സ്പീക്കറുടെ നേതൃത്വത്തിൽ തന്നെ ക്ലാസ് നൽകണമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറയുകയുണ്ടായി. ഈ ഒരു പരാമർശത്തിന് തൊട്ട് പിന്നാലെയാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ പ്രകോപിതരാകുന്നതും അൻവർ സാദത്ത് MLA-യും അതുപോലെ തന്നെ TV ഇബ്രാഹിം MLA-യും ചേർന്ന് ഡയസിന് മുകളിലേക്ക് ചാടിക്കയറാൻ ശ്രമിക്കുന്നതും. വാച്ച് ആൻഡ് വാർഡ് നേരത്തെ തന്നെ, അതായത് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ വാച്ച് ആൻഡ് വാർഡ് അവിടെ തയ്യാറായി നിന്നിരുന്നു. സ്പീക്കറുടെ ഇരുവശങ്ങളിലും ഏതെങ്കിലും രീതിയിൽ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഇടപെടുന്നതിനായി വാച്ച് ആൻഡ് വാർഡ് തയ്യാറായിരുന്നു, പൂർണ്ണസജ്ജമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ MLA-മാർ സ്പീക്കറുടെ ഡയസിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ വാച്ച് ആൻഡ് വാർഡ് ഇടപെടുകയായിരുന്നു. ഇടപെട്ട പ്രതിപക്ഷ MLA-മാരെ പിടിച്ചു മാറ്റി സ്പീക്കർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുകയും തിരിച്ച് ചേംബറിലേക്ക് മടങ്ങുകയും ചെയ്തു. അതിനെ തുടർന്നാണ് സഭ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ അപഹാസ്യമായ രംഗങ്ങൾ തന്നെയാണ് സഭയിൽ അരങ്ങേറിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. കാരണം ജനപ്രതിനിധികളായി വോട്ട് ചെയ്ത് സഭയിലേക്ക് അയച്ച ജനപ്രതിനിധികൾ ഇത്തരത്തിൽ ദിവസവും ഇതേ രീതിയിൽ പെരുമാറുന്നത്, വിഷയങ്ങൾ, അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ, കേന്ദ്ര ബജറ്റിലെ അവഗണന, വരാനിരിക്കുന്ന അതിവേഗ റെയിൽപാത അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതിന് പകരം ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിലേക്കും സഭാ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ഭരണപക്ഷ MLA-മാരായാലും പ്രതിപക്ഷ MLA-മാരായാലും സഭാ നടപടി